നമസ്കാരം സർ. നമസ്തേ അഞ്ജന. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ നിശബ്ദത പാലിച്ചത്? ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അത് കഴിഞ്ഞ കുറേ നാളുകളായി വിശ്വഗുരു നരേന്ദ്രമോദി ഉറക്കത്തിലായിരുന്നു. റിവ്വാൻ വിങ്കിളിനെ പോലെയോ കുംഭകർണനെ പോലെയോ ഒക്കെ മലനിരകൾ വെച്ച് വിചിത്ര മനുഷ്യരോടൊപ്പം മദ്യപിച്ച ലഹരിയിലാണ് റിവ്വാൻ വിങ്കിൾ 20 വർഷം ഉറങ്ങിപ്പോയത്. ഉണർന്നെണീറ്റപ്പോഴാണ് അമേരിക്കൻ റവല്യൂഷൻ നടന്നു കഴിഞ്ഞ വിവരം റിവ്വാൻ വിങ്കിൾ അറിയുന്നത്. മോദി വിചിത്ര മനുഷ്യരോടൊപ്പം മദ്യം കഴിച്ചല്ല ഉറങ്ങിപ്പോയത്. എപ്സ്റ്റൈൻ ഫയലിലെ കണ്ടന്റിനെ കുറിച്ച് സുബ്രഹ്മണ്യ സ്വാമി ഉറക്കെ പറഞ്ഞത് കേട്ടാണ്. മോദിക്ക് പല സ്ത്രീകളുമായി കുറച്ചു സമയം മാത്രം നീണ്ടു നിൽക്കുന്ന സെക്ഷൽ റിലേഷൻസ്, ഫ്ലിങ്സ് എന്നാണ് പോലെ പറഞ്ഞത്, ഉണ്ടെന്നാണ് സുബ്രഹ്മണ്യ സ്വാമി പല പ്രാവശ്യം പറഞ്ഞത്. ഒരു കളഞ്ഞ ആർഷഭാരത ബ്രഹ്മചാരിയായ മോദി അത് കേട്ട് തളർന്നു പോയതാണെന്നും അതല്ല, കുറച്ചു നാളത്തേക്ക് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് മോഡിയുടെ പബ്ലിക് റിലേഷൻസ് ടീം ഉപദേശിച്ചു എന്നും 2 വാദങ്ങളുണ്ട്. ഞാനിതിൽ രണ്ടാമത്തെ വാദമാണ് ശരിയാകാൻ സാധ്യത എന്ന് കരുതുന്നു. കാരണം ഈ PR ഏജൻസിയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പെട്ടിയും തൂക്കി അയാളോടൊപ്പം നടന്നിരുന്നയാൾ എന്ന് സുബ്രഹ്മണ്യ സ്വാമി തന്നെ പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയെ ഇന്ന് നമ്മൾ അറിയുന്ന നരേന്ദ്രമോദിയാക്കി മാറ്റിയത് ഈ PR ഏജൻസി തന്നെയാണ്. ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോദി, അന്ന് പയ്യൻസ് ആയിരുന്നു മോദി, അവിടെ ചായ വിറ്റ് നടന്നിരുന്നു എന്ന് അവർ പരസ്യമുണ്ടാക്കി. ഹൈസ്കൂൾ പാസ്സാകാതെ തന്നെ എന്റെ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം എടുത്തു എന്നവർ പ്രചരിപ്പിച്ചു. റോഡ് വക്കിൽ ഷെഡിൽ കിടന്ന രാമന് ക്ഷേത്രം പണിത് വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തി എന്ന് പ്രചരിപ്പിച്ചു. തനിക്ക് നോൺ ബയോളജിക്കൽ ജന്മമുണ്ടായി എന്ന് മോദിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. വിമൻസ് ബിൽ കൊണ്ടുവന്നത് മോദിയാണെന്ന് പറയും ഇനി. പക്ഷെ നമ്മൾ ഓർക്കണം, 1989 രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വിമൻസ് റിസർവേഷൻ ബിൽ പാസ്സാകാതിരുന്നതിന്റെ കാരണം ബില്ലിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നത് കൊണ്ടാണ്. എതിർത്ത് രാജ്യസഭയിൽ വോട്ട് ചെയ്ത ബി.ജെ.പി. നേതാക്കളിൽ വാജ്പേയിയും അദ്വാനിയും റാം ജേഠ്മലാനിയും ജസ്വന്ത് സിംഗ് ഉൾപ്പെടും എന്ന കാര്യം ഭംഗിയായി മറച്ചുവെക്കും. അതാണ് അത് ചെയ്യുന്നത്. രാജ്യം വികസിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണെന്ന് പറയും. പക്ഷേ 24 കോടി ഇന്ത്യക്കാർ പ്രതിദിനം 33 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണെന്ന കാര്യം പരാമർശിക്കാതെ നോക്കും. ഇനി ആരെങ്കിലും അക്കാര്യം എന്ന് പറഞ്ഞാൽ അവരെ അർബൻ നക്സലാക്കി മാറ്റും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഗംഭീര വിജയം നേടിയെന്നും പാകിസ്ഥാനെ മുച്ചൂടും തകർത്തു എന്നും പറയും. അങ്ങനെ പലതും പറയും. എല്ലാ പൊക്കച്ച രാഷ്ട്രീയത്തിനും കഴിഞ്ഞ 1-2 മാസമായി വിശ്രമമായിരുന്നു. എപ്സ്റ്റൈൻ ഫയലിലെ പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ ഓർമ്മകളുടെ വികാരം തള്ളിച്ചയിൽ പാവം വിശ്വഗുരു ദീർഘനിദ്രയിലായിരുന്നു. അല്ലെങ്കിൽ PR ഏജൻസി വിശ്വഗുരുവിനോട് തൽക്കാലം ഉറങ്ങിക്കൊള്ളാനുള്ള രാഷ്ട്രീയ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തതാകും. ആ സുദീർഘമായ ഉറക്ക നാളുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്നും പിന്നെ അമേരിക്ക തട്ടിയെടുത്ത വെനസ്വേലയിൽ നിന്നും മാത്രമേ എണ്ണ വാങ്ങുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഇന്ത്യക്കാരെ അറിയിച്ചു. പാർലമെന്റ് നടക്കുന്ന സമയമായിരുന്നെങ്കിലും വിശ്വഗുരു ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. ഇറാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നു എന്ന വാർത്ത വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. എന്നാൽ ഇസ്രായേലിക്കാരെ ഹമാസുകാർ തടവിലാക്കിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ച് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച ആദ്യത്തെ നേതാവ് എന്ന ക്രെഡിറ്റ് ഉള്ള മോദി അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇത് എപ്സ്റ്റൈൻ ഫയലിന്റെ കാലമാണെന്നും
മൗനമാണ് മോദിക്ക് ഭൂഷണമെന്ന് PR ഏജൻസി ഉപദേശിച്ചു. നല്ല ഉപദേശം ആര് നൽകിയാലും സ്വീകരിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടല്ല, മറിച്ച് സ്വന്തം കഴുത്ത് ട്രംപിന്റെ കക്ഷത്തിനെതിരായതുകൊണ്ടാണ് ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പലിനെ അമേരിക്കൻ സബ്മറൈൻ ടോർപിഡോ ചെയ്ത് മുക്കിയപ്പോഴും മോദി കമാ എന്നൊരു അക്ഷരം ഉണ്ടായിരുന്നത്. ഇറാനിയൻ കപ്പൽ ഇന്ത്യയുടെ അതിഥിയായി വന്ന് വിശാഖപട്ടണത്ത് വെച്ച് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോവുകയായിട്ട് പോലും അതിഥി ദേവോഭവ എന്നൊക്കെ സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേദഗ്രന്ഥങ്ങളെക്കാൾ ഇക്കാലത്ത് ശക്തിയുള്ളത് എപ്സ്റ്റൈൻ ഫയലിലാണ്. അതുകൊണ്ട് അതിഥി പോയി തൊലയട്ടെ എന്ന് മോദി കരുതി. യുദ്ധം തുടങ്ങിയ ഉടൻ തന്നെ ഇറാനിലെ പരമോന്നത നേതാവ് ഖമേനിയെ അമേരിക്ക ബോംബിട്ട് കൊന്നു. ഒന്ന് അനുശോചിക്കാൻ പോലും മോദി ഉണർന്നില്ല. എപ്സ്റ്റൈൻ ഫയലിന്റെ ലഹരിയിൽ ഉറങ്ങുകയായിരുന്നു. ഇറാനിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അമേരിക്ക ബോംബിട്ട് 180ഓളം സ്കൂൾ കുട്ടികളെ കൊന്നപ്പോഴും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതായത് സേവ് ഗേൾ ചൈൽഡ് ടീച്ച് ഗേൾ ചൈൽഡ് എന്ന മുദ്രാവാക്യം ഇറങ്ങിയ മോദി മിണ്ടിയില്ല. 180 പെൺകുട്ടികളെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് എപ്സ്റ്റൈൻ ഫയലിലെ ഏതാനും പേജുകൾ. ഇതിനിടയിലാണ് ബദ്ധശത്രുവായ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം വിശ്വഗുരുവിന്റെ ഊതി വീർപ്പിച്ച ഇമേജിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. ഇന്ത്യയുടെ വാക്കൊന്നും ലോകത്ത് ഒരു രാജ്യവും വിലവെക്കില്ല എന്നറിയാമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണയായി വിശ്വഗുരു കളം നിറച്ച് കളിക്കുന്നത്. നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലാത്തത് കൊണ്ട് ആടിത്തകർക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ പക്ഷേ മധ്യസ്ഥരാകാനുള്ള അടിസ്ഥാന യോഗ്യത, അതായത് ന്യൂട്രാലിറ്റി എന്ന യോഗ്യത, ഇറാനിൽ അമേരിക്ക ബോംബിടുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ ഇന്ത്യ സ്വയം ഇല്ലാതാക്കിയിരുന്നു. അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തിനായിരുന്നു വിശ്വഗുരു ഇസ്രായേൽ സന്ദർശനം നടത്തിയതെന്നും ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം അന്നും ഇന്നും എന്നും ഉണ്ടെന്ന് പറഞ്ഞത് എന്തിനാണെന്നും ആർക്കും അറിയില്ല. ഏതായാലും അതോടെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു ന്യൂട്രൽ അമ്പയർ അല്ല എന്ന് വ്യക്തമായി. ഇസ്രായേലിനോടൊപ്പം എന്നും നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യക്ക് എങ്ങനെ യുദ്ധത്തിന്റെ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയും? ആ ഗ്യാപ്പിലാണ് പാകിസ്ഥാൻ ഗോളടിച്ചത്. അവർ മധ്യസ്ഥത ചർച്ചകൾക്ക് തുടക്കമിട്ടു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വഗുരുവിനും അദ്ദേഹത്തിനോട് ഉറക്ക അവധിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ PR ഏജൻസിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുക? PR ഏജൻസി ഉണർന്നു. അതോടെ മോദിയും ഉണർന്നു. അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഫോൺ കോൾ മോദിയെ ഉണർത്തി. ട്രംപ് വിളിച്ചിരുന്നു എന്നും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ സംസാരിച്ചുവെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്താങ്ങുന്നു എന്നും ഹോർമൂസ് കടലിടുക്ക് ചരക്ക് ഗതാഗതത്തിന് തുറന്ന് കിടക്കണമെന്നും അഭിപ്രായപ്പെട്ട് മോദി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ചിലപ്പോൾ ട്രംപ് നമ്പർ മാറി വിളിച്ചതാകാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. എങ്ങനെയായിരിക്കാം മോദി ട്രംപിനെ തിരിച്ച് അഭിസംബോധന അഭിസംബോധന ചെയ്തിരിക്കുക? അടിയൻ എന്നോ ഓ തമ്പാൻ എന്നോ മറ്റോ ആയിരുന്നോ അറിയില്ല. യുദ്ധം നിർത്തി സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിയും എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. അടൂരിന്റെ വിധേയൻ സിനിമയിലെ ഭാസ്കർ പട്ടേലരും വിധേയനായ തുമ്മിയും ഒരുമിച്ച് കാട്ടിലൂടെയുള്ള അവസാന യാത്ര ഓർമ്മ വരുന്നു. 2017 ട്രംപ് പറഞ്ഞതനുസരിച്ച് ട്രംപിന് വേണ്ടിയാണ് മോദി ഇസ്രായേലിൽ പോയത്. അന്നത്തെ മോദിയുടെ പ്രകടനത്തെയാണ് ഇൻ ഇസ്രായേൽ മോഡി സാങ് ആൻഡ് ഡാൻസ് എന്ന് എപ്സ്റ്റൈൻ ഫയലിലുള്ളത്. സാങ് ആൻഡ് ഡാൻസ് എന്നാൽ പാടി ആടി എന്നല്ല അർത്ഥം. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ആ കോണ്ടെക്സ്റ്റ് ആവശ്യപ്പെടുന്നതിൽ കൂടുതലായി പ്രകടനാത്മകതയോടെ ഒരാൾ പെരുമാറിയെന്നോ അറപ്പുളവാക്കുന്ന രീതിയിൽ ഓവർ ആക്ട് ചെയ്തു എന്നോ ഒക്കെയാണ് അതിന്റെ അർത്ഥം. അന്ന് മോദി അന്താരാഷ്ട്ര ഗോതയിൽ ഒരു കന്നി അയ്യപ്പനായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളുടെ യാത്രാ കണക്കിൽ വിശ്വസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയുമായി പോലും അല്പം മികവിന്റെ കുറവേ ഉള്ളൂ. മാത്രമല്ല, ഓവർ ആക്ട് ചെയ്യാതിരിക്കാൻ PR ഏജൻസി വേണ്ട രീതിയിൽ ഉപദേശം കൊടുത്തുള്ളൂ. അപ്പോഴും ആർക്കും പിടികൊടുക്കാത്ത ഒരു മോഡി സ്റ്റൈലുണ്ട്. ആരെ കണ്ടാലും അവരെ ആലിംഗനം ചെയ്യുന്ന രീതി. അത് മോദി മാറ്റില്ല.
എന്തായാലും എഫ്സ്റ്റൈൻ ഫയൽ പുറത്താകുന്നത് വരെ എന്തായിരുന്നു മോദിയുടെ പവർ? അക്ഷരാർത്ഥത്തിൽ വിശ്വഗുരു. നാട്ടിലാണെങ്കിൽ ഇന്ത്യയിലെ മൺതരികളെക്കാൾ കൂടുതൽ വിശ്വഗുരുവിന്റെ ഫ്ലക്സും ചിത്രങ്ങളും. എന്തിനേറെ, കോവിഡ് ഇഞ്ചക്ഷൻ എടുത്ത് എന്ന സർട്ടിഫിക്കറ്റിൽ പോലും വിശ്വഗുരുവിന്റെ പടം ഉണ്ടായിരുന്നു. വീട്ടിലെ പാത്രങ്ങൾ തട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാക്കി, വിളക്കുകളെല്ലാം അണച്ച്, കൊറോണ വൈറസിനെ ഇരുട്ടിലാക്കി കൊറോണ ഗോ എന്ന് ഇന്ത്യക്കാരെ കൊണ്ട് വിളിപ്പിച്ച് കൊറോണ വൈറസിനെ ഇന്ത്യയുടെ അതിർത്തി കടത്തിയത് മോദി അല്ലാതെ പിന്നെ ആരാണ്? പോകുന്നതിന് മുമ്പ് കൊറോണ 5,33,847 പേരെ കൊന്നു. പക്ഷെ അന്നത്തെ മോദിയുടെ ആ ധീരമായ പ്രത്യാക്രമണം ഇല്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലും കൂടുമായിരുന്നു. എഫ്സ്റ്റൈൻ ഫയലിലെ എഫ്സ്റ്റൈൻ ഫയൽ വന്നതോടെ സകല ഗ്ലാമറും ഇല്ലാതായി. എന്തൊക്കെയായിരുന്നു? വടിവാള്, വെടിയുണ്ട, മലപ്പുറം കത്തി, ഒടുവിൽ എന്തായി? പവനായി, ശവമായി. എഫ്സ്റ്റൈൻ ഫയലിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. വിശ്വഗുരുവിന് വിശ്വം മുഴുവനും അടക്കി വാഴാം. വിശ്വം മുഴുവൻ അടക്കി വാഴുന്നതായി നമുക്ക് ഫ്ലെക്സ് വെക്കാം. വേർഡിങ്സ് ഒക്കെ PR ഏജൻസി തയ്യാറാക്കി വരുന്നു. അവരുടെ ബിൽ കുറച്ചുകൂടി കൂടും, അത്രയേ ഉള്ളൂ. 12 വർഷം കൊണ്ട് വിശ്വഗുരുവിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം 4,343 കോടി രൂപ ചെലവിട്ടു എന്നാണ് RTI അനുസരിച്ച് കിട്ടിയ മറുപടി. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു. 4,343 കോടി രൂപ മുടക്കി ഇമേജ് വർദ്ധിപ്പിച്ച ഈ വിശ്വഗുരുവിന്റെ ഒറിജിനൽ മൂല്യം എത്രയായിരുന്നു? ഏതായാലും PR എക്സസൈസിലൂടെ മാത്രം ലൈവായി നിൽക്കുന്ന വിശ്വഗുരുവിനെ തീർത്തും ഇറലവന്റ് ആക്കിക്കൊണ്ട് അമേരിക്കൻ പ്രതിനിധി പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന തുറന്നാണിത്. എന്തുകൊണ്ട് അമേരിക്കൻ പ്രതിനിധി ഇന്ത്യയിലേക്ക് ഇക്കാര്യത്തിന് വന്നില്ല എന്ന് ചോദിക്കരുത്. അത് വിരുദ്ധ ചോദ്യമായി മാറിപ്പോയേക്കാം.